ഹലോ, ഇന്ന് ഞാനേ നിങ്ങൾക്കൊരു ചാട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾക്ക് ചാട്ട് ഇഷ്ടമാണോ? പ്രത്യേകിച്ച് യോഗട്ട്, അതായത് ദഹി ചാട്ട്, ദഹി പുരി, ദഹി പപ്പടി ചാട്ടൊക്കെ എങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഒരു ചാട്ട് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, പക്ഷെ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, വളരെ കലറിയൊക്കെ കുറവാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്പ്രൗട്ട്സ് ആണ് കേട്ടോ. ഒരു 100 ഗ്രാമോ 200 ഗ്രാമോ എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും എടുക്കുക. ഒന്ന് സ്റ്റീം ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് സ്റ്റീം ചെയ്താൽ മതി. അല്പം ഉപ്പിടാൻ മറക്കണ്ട. അതുപോലെ തന്നെ വിസ്ക് ചെയ്ത് വെച്ച നല്ല കട്ട തൈര്, ഒട്ടും പുളിയില്ലാത്തത്, അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടായാലും വളരെ നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ ഇതേ കുക്കുംബറാണ് ആദ്യം ഇടുന്നത്. പിന്നെ കുറച്ച് അനിയൻ, കുറച്ച് ചെറുതായി കട്ട് ചെയ്തത്, ടൊമാറ്റോസ്, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഇനി നമ്മളുടെ ചാട്ടിൻ്റെ മെയിൻ താരം നമ്മുടെ ഗ്രീൻ ചട്നി, അതായത് കൊറിയാണ്ടർ ആൻഡ് മിൻറ്റ് ചട്നിയാണ്. റെസിപ്പി ഞാൻ താഴെ കൊടുക്കാം. അത് നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡേറ്റ്സ് ആൻഡ് ടാമറിൻ ചട്നി. ഇതിൽ ഡേറ്റ്സ് മാത്രമേ മധുരത്തിന് വരുന്നുള്ളൂ, അത് കാരണം ഹെൽത്തിയാണ്. നമ്മൾ ഷുഗറൊന്നും ഇതിൽ അഡീഷണൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പൊമഗ്രാനൈറ്റ് ഇതിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചാട്ടിൽ. ഇതെല്ലാം ഈ പൊമഗ്രാനൈറ്റൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഞാൻ ചിലപ്പോൾ ആപ്പിളും ഇടാറുണ്ട്. ഇനി നമുക്കൊരു ക്രഞ്ചിനെസ് വേണ്ടേ ചാട്ടായി കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് ഇത് റോസ്റ്റഡ് ഗ്രീൻ ഗ്രാം എന്ന് നമ്മുടെ ഇതില്ലേ മൂങ് ദാൽ, എന്താ പറയുക, ചെറുപയർ റോസ്റ്റ് ചെയ്തതാണ്. അത് കാരണം തന്നെ നല്ല ഹെൽത്തിയാണ്, എഗെയിൻ പ്രോട്ടീനാണ് ഇതിൽ. അപ്പോൾ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇത് മക്കാന എന്ന് പറയും, അതായത് ലോട്ടസ് സീഡ് അല്ലെങ്കിൽ ഫോക്സ് നട്ട്. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ലൈറ്റാണ്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇത് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ് നല്ലതാണ്. ഇതും റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഇനി ലാസ്റ്റ് നമ്മളുടെ ബട്ട് നോട്ട് ദ ലീസ്റ്റ് കുറച്ച് ചാട്ട് മസാല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, പക്ഷെ ചാട്ടല്ലേ ഇത്. ലാസ്റ്റ് ഒരല്പം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, അതും വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ യമ്മി ചാട്ട് റെഡി. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.